SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ പുതിയ ആസ്ഥാന മന്ദിരം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ചു. SNDP യോഗം നാട്യ യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് പ്രാർത്ഥനാ ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു. 80 വയസ്സ് കഴിഞ്ഞ മുൻ ഭാരവാഹികളായ അശോകൻ കൊല്ലാറ, ഷൺമുഖൻ തൊഴുത്തുംപറമ്പിൽ എന്നിവർക്ക് സ്നേഹാദരവും വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. ചടങ്ങിൽ അമ്പലനട ശാഖ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന EPC രാജൻ, ദീർഘകാല സെക്രട്ടറി ആയിരുന്ന OK ദിവാകരൻ എന്നിവരുടെ ഫോട്ടോകൾ അനാച്ഛാദനം ചെയ്തു. SNDP യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദേവ് മാസ്റ്റർ അനാച്ഛാദനം നടത്തി. SNDP യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, SNDP യോഗം നാട്ടിക യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശ്രീജ മൗസമി, പ്രസിഡന്റ് ബിന്ദു മനോജ്, SNDP യോഗം നാട്ടിക യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രഭാസ് ശങ്കർ VP, ചാവക്കാട് യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റ് വിനോദൻ നെല്ലിപ്പറമ്പിൽ, യൂണിയൻ കമ്മിറ്റി മെമ്പർ EG ചന്ദ്രബോസ്, SNDP യോഗം നാട്ടിക യൂണിയൻ കൗൺസിലർ CS ഗണേശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ശാഖാ സെക്രട്ടറി KR ബൈജു സ്വാഗതവും ശാഖാ വൈസ് പ്രസിഡന്റ് ഷീന പ്രകാശൻ നന്ദിയും പറഞ്ഞു. ഗുരുവുമായി ചർച്ച ചെയ്ത് ഗുരുവിൻ്റെ ആശീർവാദത്തോടുകൂടി തുടങ്ങിയതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം തുടങ്ങുവാനുള്ള പ്രേരക ശക്തി ജാതി വിവേചനമാണ്. അപ്പോൾ ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കിയത്. ആ ജാതി ചിന്ത വിവേചനത്തിൽ നിന്നും ജാതി വികാരമുണ്ടാകുകയും അതുകൊണ്ട് തന്നെ ആ സമുദായത്തിനെ സമുദ്ധരിക്കാൻ ഒരു സംഘടനയുടെ അനിവാര്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഭരണഘടനയുടെ വകുപ്പ് 3B എഴുതി വെച്ചിരിക്കുന്നത് ഈഴവൻ്റെ ലൗകികവും വിദ്യാഭ്യാസവും ആരാധന വ്യവസായം ഉൾപ്പെടെയുള്ളത് അരിപ്പുറത്തും ആവശ്യമെങ്കിൽ മറ്റു പ്രദേശങ്ങളിലും സ്ഥാപിച്ച് നടത്തുവാനുള്ള അധികാര അവകാശം രാജാവിന് വേണ്ടി ദിവാനായ ഞാൻ ഇന്നേ ദിവസം ഒപ്പിട്ട് വന്നിരിക്കുന്ന ലൈസൻസാണ് ഇത്. രാമരായ